പാകിസ്ഥാന് വലിയ തലവേദനയായി മാറുകയാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ കൈവശം വച്ചിരുന്ന ബലൂചിസ്ഥാന്റെ തലസ്ഥാനം അവർ പിടിച്ചെടുത്തു. ഏകദേശം 15ഓളം പാക് പട്ടാളക്കാരെ അവർ തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയെക്കാൾ കൂടുതൽ പാകിസ്ഥാനെ നിരന്തരമായി ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്, പ്രതിസന്ധിയിലാക്കുന്നത് ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം വേണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളുപരി ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് പിളർന്ന് മാറുമോ എന്നുള്ളതാണ് നമ്മൾ വളരെ സാഹൂതം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി. കാരണം ഇപ്പം അതിശക്തമായ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതേ സമാന്തരമായി തന്നെ ബലൂചിസ്ഥാനിലും വളരെയധികം ഈ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അപ്പോൾ ഈ അടുത്ത കാലം വരെ പല പല ഗ്രൂപ്പുകളായിട്ട് നിന്നിരുന്ന ഈ വിമോചന സംഘങ്ങളായിരുന്നു. അവരെല്ലാം കൂടെ ഒന്നിച്ചിപ്പം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലുണ്ടായിരിക്കുന്ന ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി ഒരുപാട് പരമ്പരയായിട്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായി. ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയി, പിന്നെ അതിനുശേഷം ഉണ്ടായ സ്ഫോടനങ്ങൾ. ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പോലും ഒരു IED എക്സ്പ്ലോഷനിലൂടെ ഒരു 12 സംഭവങ്ങളിലായിട്ട് 14 പാക് കമാൻഡേഴ്സാണ് അതിനകത്ത് അവർക്കാണ് ജീവൻ നഷ്ടമായത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കൊറ്റ പിടിച്ചടക്കി ഇന്നലെയൊക്കെ ഒരുപാട് വാർത്തകളും ചിത്രങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊറ്റയിൽ കയറിയിട്ട് ഒരു പാകിസ്ഥാൻ പട്ടാളത്തിനെ പറഞ്ഞു വിട്ടിട്ട് കൊറ്റയിൽ ഒരു ബലൂചിസ്ഥാൻ്റെ കൊടി നാട്ടുന്ന ചിത്രമൊക്കെ, അതൊക്കെ ഒന്നും സ്ഥിരീകരിച്ചിട്ടുള്ള സംഗതിയല്ല. പക്ഷേ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ പിടിയിൽ നിന്ന്, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിലേക്ക് എത്രമാത്രം പാകിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിലേക്ക് ബലൂചിസ്ഥാനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അതനുസരിച്ച് ബലൂചിസ്ഥാൻ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് നിലവിലുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ വിഭജനത്തിൽ മാത്രമേ അത് കലാശിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ 44% പ്രദേശം വരുന്ന സ്ഥലമാണ്. ഏകദേശം പാകിസ്ഥാൻ്റെ പകുതിയോളം വരും. പക്ഷേ അവർക്കുള്ളൊരു വലിയൊരു പരിമിതി എന്ന് പറയുന്നത്, ഈ 25 കോടി ജനങ്ങൾ പാകിസ്ഥാനിലുണ്ടെങ്കിൽ ഈ ബലൂചിസ്ഥാനിലെ ഇത്രയും വലിയൊരു പകുതിയോളം വരുന്ന പ്രദേശത്തുള്ള ജനങ്ങളെന്ന് പറയുന്നത് വെറും 1.5 കോടി, കഷ്ടിച്ച് 1.5 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അവർ നേരിടുന്നൊരു വലിയ പ്രശ്നം. അതേ സമയത്ത് ബലൂചിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ തുടക്കത്തിൽ തന്നെ അവർ ബലൂചിസ്ഥാൻ്റെ പ്രത്യേക സംസ്കാരമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കൾച്ചറലി, സാംസ്കാരികമായിട്ട് ഇപ്പോഴും പരിപൂർണമായിട്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുള്ള ഒരു അവസ്ഥയാണ് ബലൂചിസ്ഥാനുള്ളത്. അവിടെ ഉള്ളത് മുഴുവൻ മുസ്ലിംസാണ്. നല്ലൊരു ശതമാനം സുന്നി മുസ്ലിംസാണ്. ചെറിയ ശതമാനം ഷിയ മുസ്ലിംസ് ഉണ്ട്. അതേപോലെ കുറച്ച് ഹിന്ദുസും ഉണ്ട്. പാകിസ്ഥാനിലെ ഹിന്ദുസ് ഇന്ത്യയിലെ പോലെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഏക പ്രദേശം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. വളരെയധികം സ്വതന്ത്രമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബലൂചിസ്ഥാന് വേറൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിക തീവ്രവാദമുണ്ട്. ലോകത്തിൻ്റെ എവിടെയെല്ലാം മുസ്ലിം സമൂഹങ്ങളുണ്ടോ അതിനകത്ത് ഒരു ഇസ്ലാം തീവ്രവാദ സ്വാധീനമുള്ള സംഘടനകളോ സമൂഹങ്ങളോ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഈ ഇസ്ലാമിക തീവ്രവാദം പേരിന് പോലും ഇല്ലാത്ത ഭൂമിയിലെ ഏക പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ. മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ ഉള്ള നമ്മുടെ ഈ LDF CPM-കാർക്ക് കേട്ടാൽ വളരെ സന്തോഷം ഉണ്ടാകുന്ന സംഗതിയാണ്, ഈ BLA എന്ന് പറയുന്നത് ശരിക്കും ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം അനുസരിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ അനുസരിച്ചിട്ടാണ് അവരതിൻ്റെ അനുയായികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേതാവൊക്കെ മോസ്കോയിൽ പോയൊക്കെ പിന്നെ പരിശീലനമൊക്കെ നേടിയ കക്ഷികളാണ്. അപ്പം വളരെ തീവ്രമായിട്ടുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാതയിലൂടെ നീങ്ങുന്ന ഒരു ജനവിഭാഗമാണ് ഈ ബലൂചിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അവരുടെ പോരാട്ട വീര്യങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഈ ആൾക്കാർ കുറവാണെങ്കിൽ പോലും വളരെ ശക്തവുമാണ്. അപ്പോൾ അതാണ് ഈ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഒരു ആക്രമണം തുടങ്ങിയ സമയത്ത്
ഈ പാകിസ്ഥാന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു വൈഷമ്യം അതാണ്. വളരെ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഈ ഈ ഒരു ആക്രമണം തുടങ്ങുന്നത്. കാര്യം ഈ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ട് പോയത് മുതൽ നോക്കിയാൽ അറിയാം, ഓരോരോ സംഭവങ്ങളിലൂടെ പാകിസ്ഥാൻ പട്ടാളക്കാർ മരിക്കാത്ത ഒരു സംഭവങ്ങളും ഇല്ല. മനസ്സിലായി? അപ്പം പട്ടാളത്തിനെയാണ് ഭരണകൂടമല്ല അവരുടെ പ്രശ്നം. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ആർമി, ഒരു പട്ടാളം ഭരണകൂടത്തിനുണ്ടാകുമ്പോൾ പാകിസ്ഥാനിലെ അവസ്ഥ തിരിച്ചാണ്. പാകിസ്ഥാനിലൊരു പട്ടാളത്തിനാണ് ഭരണകൂടം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പട്ടാളമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പട്ടാളത്തിനെ തകർത്തെങ്കിൽ മാത്രമേ, പട്ടാളത്തിനെ നിർവീര്യമാക്കി അല്ലെങ്കിൽ ദുർബലമാക്കിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് തങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ബലൂചിസ്ഥാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏത് ആക്രമണം, ഏത് സ്ഫോടനം, എന്ത് സംഗതി ഉണ്ടാകുന്ന സമയത്ത് ഈ പട്ടാളക്കാർ ടാർഗറ്റ് ചെയ്യുന്നതിനൊരു കാരണം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പട്ടാളം ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ BLA ഇരകളായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്ന സംഗതി. അത് പാകിസ്ഥാൻ പട്ടാളത്തിലും അത് വളരെ അതിൻ്റെ മനോവീര്യം തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിലാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബലൂചിസ്ഥാൻ ആർമി അവരുടെ അടി ഏറ്റവും ശക്തമാകുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല ഈ പഷ്തൂൺ ഏരിയയിൽ നിന്നുള്ള ഒരു മൗലവിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടെ സോഷ്യൽ മാധ്യമത്തിലൊക്കെ കാണാം. അത് ഫേക്കല്ല, ഒറിജിനലാണെന്നും പറയുന്നുണ്ട് സാധനം. അതായത് ഇന്ത്യയുമായിട്ടൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു ആ മൗലവിയുടെ ഒരു പ്രസ്താവനയൊക്കെ ഇത് ആന്തരികമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആർമിയുടെയും ഒരു വലിയ തലവേദന എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലത്. കാരണം മൈഗ്രെയിനും തലവേദനയൊന്നുമില്ല, അതിനപ്പുറമുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ ഇത് എവിടെ നിന്നെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കിപ്പം താലിബാനും അവരെ നേരിടേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? നേരത്തെ താലിബാന്റെ ഏറ്റവും വലിയ അതെ എല്ലാവിധ അവരുടെ പിന്നെ ഒരു ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ താലിബാനിൽ നിന്നുള്ള അറ്റാക്ക് നേരിടേണ്ടി വരുന്നു. അതിലൂടെ തന്നെ പിന്നെ ബലൂചിസ്ഥാനിൽ മാത്രമല്ല ഖൈബർ പഖ്തൂൺഖ്വയിലും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഭ്യന്തരമായിട്ടുള്ള വളരെയധികം ഗുരുതരമായ ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ നേരിടുന്ന സമയത്താണ് ബലൂചിസ്ഥാൻ ഇങ്ങനൊരു വിഘടനത്തിൻ്റെ പാതയിലേക്ക് പോകുന്നത്. ഇപ്പം നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ വിഘടിച്ചു പോകാനുള്ള സകല അനുകൂല സാഹചര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ബലൂചിസ്ഥാൻ എന്നുള്ള സംഗതി എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ വളരെ ന്യായമായ കാര്യങ്ങളാണ് ഉയർത്തി കാട്ടുന്നത്. നമ്മൾ ഈ വിഘടന ഭാഗത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ എങ്കിലും ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്പന്നതയുടെ ഖനിയുടെ പ്രദേശമാണ്. പ്രകൃതിവാതകം, സ്വർണം, ഇരുമ്പ് തുടങ്ങിയിട്ടുള്ള നമ്മൾ ഈ കേൾക്കുകയും കേൾക്കാതെ പരിചയമില്ലാത്തതായിട്ടുള്ള എല്ലാ മിനറൽസിൻ്റെയും ഡെപ്പോസിറ്റ് ഉള്ളൊരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ എന്നാൽ ഇത് മുഴുവൻ പാകിസ്ഥാനും ചൈനയും കൂടെയാണ് ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ചൈനയും ഇതിനകത്തൊരു പ്രതിയാണ്. അപ്പോൾ ചൈനയ്ക്കും ഈ ബലൂചിസ്ഥാൻ്റെ ഈ ആക്രമണത്തിൻ്റെ പൊള്ളലേൽക്കുന്നുണ്ട്. അവരുടെ തന്നെ പല സൈനികരും മറ്റുമൊക്കെ ഈ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഇപ്പം ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ BLA ഈ ഒരു വിഘടനവാദ ശ്രമം നടന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് വിജയിക്കുക തന്നെ ചെയ്യാനാണ് സാധ്യത. പിന്നെ ഈ ബലൂചിസ്ഥാനെ കുറിച്ചിട്ട് വാസ്തവത്തിൽ നമുക്ക് അതിൻ്റെ സാംസ്കാരിക തലത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരുപാട് കൗതുകമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ബലൂചിസ്ഥാനിലെ ബലൂച്ചാണ് മുഖ്യ ഭാഷ. അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഭാഷയാണ് ബ്രഹുയി. ആ ബ്രഹുയി എന്ന് പറയുന്ന സംഗതി ദ്രാവിഡ ഭാഷയാണ്. തമിഴുമായിട്ടാണ് അതിൻ്റെ ലിങ്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ ഈ ചരിത്രപരമായ ഒരു പശ്ചാത്തലമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ സിന്ധു നദി തടത്തിലുണ്ടായിരുന്ന പിന്നെ ജനത തെക്കേ ഇന്ത്യയിലേക്ക് പിന്നെ പായിക്കപ്പെട്ടപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ തുടർച്ചയാണോ അതൊന്നും നമുക്ക് ഉറപ്പില്ല. അതൊക്കെ ചരിത്രകാരന്മാർ അവർ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണോ ഈ ബ്രഹുയി ഭാഷ തമിഴുമായിട്ട് ബന്ധപ്പെട്ടത് എന്നൊക്കെയുള്ള സംഗതിയുമൊക്കെ കൗതുകരമായിട്ട് നമുക്കത് അന്വേഷിക്കാവുന്ന സംഗതിയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആന്തരികമായിട്ട് നേരിടുന്ന ഇന്ത്യയുമായിട്ട് നേരിടുന്നത് പോലെ തന്നെയുള്ളൊരു വിഷയമാണ് ആന്തരികമായിട്ട് ബലൂചിസ്ഥാനിൽ നിന്നും നേരിടുന്നത്.